അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ചിക്കു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് മുറിച്ച് ഇട്ടെടുക്കാം കേട്ടോ. ഇത് 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തത്. ഇനി ഇത് ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് കുറച്ച് വെള്ളം പാർന്ന് ഇത് ഇങ്ങനെ കുതിരാൻ വെക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം അവിടെ മാറ്റി വെക്കാം കേട്ടോ. ബാക്കിയുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അതിനുള്ള ചിക്കുവയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചെടുത്തേക്കണേ. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കാണണം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആവണം കേട്ടോ. നല്ല അരയണം. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം അരയാനും വേണ്ടി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലവണ്ണം അരച്ചെടുത്ത് വരാം കേട്ടോ. നമ്മൾ നല്ല അരച്ചെടുത്തേക്കണം. ഇനി ഇത് അവിടെ വെക്കട്ടെ. ഇത് പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രം അവിടെ എടുത്ത് വെച്ചിരിക്കണം. അതിക്ക് 1/2 ലിറ്റർ പാലാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അത് ഫുള്ള് ഇതിലേക്ക് പാർന്ന് കൊടുക്കാം കേട്ടോ. ഫുള്ള് പാർന്ന് നമുക്കിത് ഗ്യാസ് വെച്ച് കേട്ടോ. ഗ്യാസ് കത്തിച്ച് കണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പഞ്ചസാര ഇട്ട് കണ്ട് നല്ലോണം ഇളക്കി ഇത് നല്ലോണം ചൂടായി നല്ലോണം തളിച്ച് വരണത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പാല് തളിച്ച് വരുമ്പോൾ നമ്മൾ മറ്റേ അടുപ്പിൽ ചൈന ഗ്രാസ് ഉരുകാൻ വെച്ച് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചത് നല്ലോണം പൊതിർന്ന് തീരെ വെള്ളമില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുക. അത് നല്ലോണം തീ കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ കരി കേട്ടോ. എന്നിട്ട് വെള്ളം പറന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നല്ലോണം എല്ലാം മെൽറ്റായി വരട്ടെ കേട്ടോ. പാലിപ്പോൾ നല്ലോണം ചൂടായി വന്നോണേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ചിക്കുവിൻ്റെ മിക്സ് ഫുള്ള് ഇട്ടെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കുതിയിൽ നല്ലോണം മിക്സായി വരണം കേട്ടോ. അതുവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ചൂടായിക്കണം. കൈ എടുക്കാതെ ഇളക്കണ്ട, അല്ലെങ്കിൽ അടി പിടിച്ചും. നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിക്കണ്ട്. നല്ലോണം മെൽറ്റ് ആയിക്കണം. ഇനി തീ ഓഫാക്കുക. ഇനി ഇതെടുത്തുകൊണ്ട് നമുക്ക് ഈ ചിക്കുവിൻ്റെ ആ മിക്സൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാരുമ്പോൾ നല്ലോണം ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കെപ്പാടെ കട്ടാവും. ഈ ചൈന ഗ്രാസ് പാരുമ്പോൾ ഈ പാലും ചൈന ഗ്രാസ് ഒരേ ചൂടാവണം കേട്ടോ. നല്ല ചൂടേറിയാൽ പിന്നെ അത് പിരിയും. അപ്പോൾ ചൈന ഗ്രാസും പറഞ്ഞാണൊന്ന് ചൂടാവണത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ നമ്മളിനി പുഡിങ് സെറ്റ് ചെയ്യാൻ ഇത് ഇങ്ങനത്തെ ഒരു തട്ടാണ് എടുത്തേക്കണം. ഇതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുത്തിന്. ഇപ്പോൾ ഇനി അരിപ്പ വെച്ച് കണ്ട് അതിൽ കൂടെ പാർന്ന് കൊടുക്കട്ടെ. ഇതിങ്ങനെ അതിലെന്തെങ്കിലും അരയാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെട്ടോളൂ. അങ്ങനെ അത് ഫുള്ള് അതിൽ കൂടെ പാർന്ന് കൊടുത്തോണ്ട് ഇനി നല്ലോണം ഇതിങ്ങനെ അരിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളെല്ലാം പാർന്നോണം. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ചെറിയ ബബിൾസ് പോലെ ഉണ്ടാവും. അതെടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ പുഡിങ് സെറ്റായി വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് മാറ്റിക്കൊണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ മാറ്റിയേക്കണം. കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ സെറ്റാകാൻ വെക്കാം. എന്നിട്ട് ഡെക്കറേഷൻ ചെയ്യുക. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചിക്കു തന്നെ ചെറുതായി മുറിച്ച് കണ്ട് ഇങ്ങനെ ഇട്ടെടുക്കാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് നട്സോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ പുഡിങ് ഡെക്കറേഷനും കഴിഞ്ഞത് നമുക്ക് ഫ്രിഡ്ജിക്ക് വെച്ച് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലോണം സെറ്റായി വന്നതാണ് കേട്ടോ. മുറിച്ചുമ്പോൾ തന്നെ നല്ല മുറിയൊന്നുമില്ല, നല്ല ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഇത് മുറിഞ്ഞ് ചാടൊന്നും ചെയ്യാതെ നല്ല റെഡിക്ക് നല്ല പീസായി തന്നെ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഞങ്ങൾ ദ്വാസ് കിച്ചൻ ഞാൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.